ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. എല്ലാം എങ്ങനെ പോകുന്നു, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. എല്ലാം എന്ന് വെച്ചാൽ എന്താ? എവ്രിതിങ്. എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ഹൗ. പോകുന്നു ഗോയിങ്. അപ്പം എല്ലാം എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഹൗ ഈസ്. നമ്മളിവിടെ എന്താ ഈസ് യൂസ് ചെയ്തത്? കാര്യം ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുക എല്ലാം എങ്ങനെ പോകുന്നു, അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമായിട്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തത്. ഹൗ ഈസ്. എല്ലാം എന്നുള്ളതിന് നമ്മളിവിടെ എന്താ എഴുതുന്നത്? എവ്രിതിങ്. ഹൗ ഈസ് എവ്രിതിങ്. പോകുന്നു എന്നുള്ളത് നമുക്ക് ഗോയിങ്ങിന് യൂസ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പം ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പം ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്. എല്ലാം എങ്ങനെ പോകുന്നു? ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്. നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്. എല്ലാം എങ്ങനെ പോകുന്നു? നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് വളരെ പ്രധാനമാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇത് നമുക്ക് പറയാം ദിസ്. വളരെക്ക് എന്താ നമ്മൾ പറയാം? വെരി. പ്രധാനം, ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത് വളരെ പ്രധാനമാണെന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ പ്രധാനം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ പ്രധാനമാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒന്നിച്ച് പറയാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എല്ലാം നിയന്ത്രണത്തിലാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? എല്ലാം, എവ്രിതിങ്. ഇപ്പം നിയന്ത്രണം നമുക്ക് എങ്ങനെ പറയാം? അണ്ടർ കൺട്രോൾ. അപ്പം എല്ലാം നിയന്ത്രണത്തിലാണെന്ന് എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. എവ്രിതിങ് ഈസ് അണ്ടർ കൺട്രോൾ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? എല്ലാം നിയന്ത്രണത്തിലാണ്. എവ്രിതിങ് ഈസ് അണ്ടർ കൺട്രോൾ. എല്ലാം നിയന്ത്രണത്തിലാണ്. എവ്രിതിങ് ഈസ് അണ്ടർ കൺട്രോൾ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയത്തില്ലേ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെ നമുക്കെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഇതിന് നമുക്ക് എന്താ പറയുക? ദിസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദിസ് ഈസ് ക്വയറ്റ്. ബുദ്ധിമുട്ടിന് എന്താ നമ്മൾ പറയണേ? ഡിഫിക്കൽട്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് ക്വയറ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് ക്വയറ്റ് ഡിഫിക്കൽട്ട്. അടുത്ത പോയിന്റ് പഠിക്കാം. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇതിനുള്ള നമ്മൾ പറഞ്ഞു ദിസ്. എൻ്റെ, മൈ. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസിബിലിറ്റി. ഇതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് സാധ്യമല്ല എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് സാധ്യമല്ല. അപ്പം ദിസ് ഈസ് നോട്ട് പോസിബിൾ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിലും പറയാം. ദിസ് ഈസ് ഇമ്പോസിബിൾ എന്നും പറയാം. അപ്പോൾ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമല്ല. അല്ലെങ്കിൽ ദിസ് ഈസ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഇത് സാധ്യമല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഞാൻ തമാശ പറയുകയല്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഐ ആം. തമാശ പറയുകയല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആം നോട്ട് ജോക്കിംഗ്. ഇപ്പോൾ ജോക്ക് എന്ന് വെച്ചാൽ തമാശ. അപ്പം ഇവിടെ ജോക്കിംഗ് നമ്മൾ ING കൂടെ യൂസ് ചെയ്യും. ഐ ആം നോട്ട് ജോക്കിംഗ്. ഞാൻ തമാശ പറയുകയല്ല. ഐ ആം നോട്ട് ജോക്കിംഗ്. ഞാൻ തമാശ പറയുകയല്ല. ഐ ആം നോട്ട് ജോക്കിംഗ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് അവഗണിക്കരുത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് അവഗണിക്കരുത്. അപ്പം അവഗണിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇഗ്നോർ. അപ്പം ഇത് അവഗണിക്കരുത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡോണ്ട് ഇഗ്നോർ ദിസ്. അപ്പോൾ ഇത് എന്നുള്ളത് നമുക്ക് ദിസ് എന്ന്
എഴുതാം. ഡോണ്ട് ഇഗ്നോർ ദിസ്, ഇത് അവഗണിക്കരുത്. ഡോണ്ട് ഇഗ്നോർ ദിസ്. നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അത് എൻ്റെ തെറ്റായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതെൻ്റെ തെറ്റായിരുന്നു. അപ്പം അത് എന്നുള്ളത് നമുക്ക് ദാറ്റ് എന്ന് പറയാം. ദാറ്റ് എൻ്റെ തെറ്റ്. അപ്പം നമുക്ക് ഫോൾട്ട്, തെറ്റെന്ന് വെച്ചാൽ ഫോൾട്ട് എന്ന് നമുക്ക് പറയാം. അപ്പം അതെൻ്റെ തെറ്റായിരുന്നു. അപ്പം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യണത്? ദാറ്റ് വാസ്. നമ്മൾ വാസ് യൂസ് ചെയ്തു. ദാറ്റ് വാസ് മൈ ഫോൾട്ട്. അതെൻ്റെ തെറ്റായിരുന്നു. ദാറ്റ് വാസ് മൈ ഫോൾട്ട്. അതെൻ്റെ തെറ്റായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.